ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് എയർപോർട്ട് ട്രെയിനിങ്. വളരെയധികം സങ്കടത്തോടെയായിരുന്നു ഞങ്ങൾ എല്ലാവരും അക്കാഡമിയിലേക്ക് പോയത്. അകത്ത് കയറിയ പാടെ സൈനൊക്കെ ഇട്ട് നേരെ ക്ലാസ്സിലേക്ക് കയറി. 11:30 ആയപ്പോൾ ചായയും സമൂസയായിരുന്നു. നമുക്ക് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് ഉള്ള ചായ കുടിയും ഉച്ചക്കത്തെ ചോറ് കഴിക്കലും. നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാലും നമുക്ക് കിട്ടുന്ന ഒരിതാണ് GD, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതിന് തയ്യാറായിട്ട് മുന്നിലേക്ക് വരാൻ ധൈര്യമുള്ള കുറച്ച് പേരെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു 4 പേര് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുത്തിരുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ 2026 ഇലക്ഷനെ പറ്റിയിട്ടായിരുന്നു. 4 പേരും നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫീഡ്ബാക്ക് പറയലായിരുന്നു. ഇത്രയും ദിവസം സിയാലിൽ നമുക്ക് കിട്ടിയ ക്ലാസ്സും അതുപോലെ തന്നെ ഫുഡും അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫീഡ്ബാക്ക് നമ്മുടെ നയനേൻ്റെ ആയിരുന്നു കേട്ടോ. കുറേ ചിരിക്കാനുണ്ടായിരുന്നു. അവൾ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മൾ പിന്നെയും ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ സാറ് പ്രത്യേകം പറഞ്ഞു നയനയ്ക്ക് എൻ്റെ വക 5 ഗ്ലാസ് ചായ കൊടുക്കണം എന്നും പറഞ്ഞു. ചായ കുടിക്കാൻ ഞങ്ങളെ കൂട്ടുന്നത് ഫസ്റ്റ് ഇറങ്ങി ഓടിയത് ഞാനായിരുന്നു. നയന ഓടി വന്നത്, അവൾക്ക് ബ്രേക്ക് കിട്ടിയില്ല. എൻ്റെ മൂക്കും കയ്യും എല്ലാം കൂടി ചെന്ന് ഇടിച്ചു. ലാസ്റ്റ് സാരില്ല, പോട്ടെ പോട്ടെ ഉമ്മ എന്നും പറഞ്ഞ് എന്നെ സോപ്പിടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കരഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അക്കാഡമിനോട് ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഹായ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? പറയാനില്ല, സാനിയക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യമാണ്. സങ്കടം ഉണ്ടോ? ഒരു 5 days കൂടി കിട്ടിയ ബെറ്ററായിരുന്നു തോന്നുന്നുണ്ട്. അടിപൊളി ക്ലാസ് ആയിരുന്നു. സങ്കടമാവുന്നുണ്ട്, പോവാൻ തോന്നുന്നില്ല. നന്നായി ടാൻ അടിക്കുന്നത് കുറച്ച് വിഷമം മാത്രം. ഒരു ഊബർ ബുക്ക് ചെയ്ത് തരുമോ? ഓക്കെ, ഞാൻ വേഗം വരൂ. ഓള് ചെയ്ത 2 പേരുടെ കാര്യം നല്ല കോമഡി. നമ്മുടെ റൂമായ പോൾ റെസിഡൻസിയിലെത്തി നേരെ റൂമിലേക്ക് കയറി. റൂംസൊക്കെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. രാവിലെ ക്ലാസ്സിലോട്ട് പോകുന്നതുകൊണ്ട് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വീഡിയോയിൽ വരാണ്ട് 2 പേര് ഒളിച്ച് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളുടെ ചെക്കൗട്ടും അങ്കമാലി ടു കോഴിക്കോടുള്ള ഞങ്ങളുടെ യാത്രയും പറ്റിയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.